എവിടം വരെ എത്തിയിരുന്നു ഈ കേസ്, എവിടം വരെ എത്തിയിരുന്നു? മറ്റൊന്ന്, ഇങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്ന അവസ്ഥയിലേക്ക് കൂടെ മകനുണ്ട്. മകൻ എത്ര പ്രായമുള്ള ആളാണ്? എന്താണ് അവരുടെ പശ്ചാത്തലം? ഇന്ന് രാത്രി അവർക്ക് എവിടെയെങ്കിലും കിടന്ന് ഉറങ്ങേണ്ട ഒരു അവസ്ഥയുമുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി ഒന്ന് പറയാമോ? സഹോദരനുണ്ട്, ഉമ്മയുടെ മകനുണ്ട്, അതായത് മരിച്ച പെൺകുട്ടിയുടെ സഹോദരനുണ്ട്. പഠിക്കുകയാണ് തോന്നുന്നു. +1 പഠിക്കാം. +1. നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സാഹചര്യം ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം? വേറെ പോകാനൊരു ഇടമില്ല? ഇല്ല, വേറെ എവിടെയില്ല. ഞങ്ങൾക്ക് സ്ഥലം ഒന്നും നമ്മളെ പേരിൽ ഒന്നും വീടൊന്നും ഇല്ല. നമുക്ക് മനുഷ്യാവകാശ കമ്മീഷൻ വീടും ഇതൊക്കെ ആക്കുന്നൊക്കെ പറഞ്ഞിനി, പക്ഷെ ഒന്നും അതിൻ്റെ ഒരു തീരുമാനമൊന്നും ആയിട്ടില്ല. നമുക്ക് വേറെ എവിടെയും പോകാൻ സ്ഥലമില്ല. നിങ്ങൾ ഇങ്ങോട്ട് അവസാനം കളക്ടറേറ്റിലേക്ക് വരുവാണെന്നുള്ള കാര്യം അധികാരികളോടൊക്കെ പറഞ്ഞോ? ഇപ്പോൾ അവരറിഞ്ഞിട്ടുണ്ടോ? അത് അറിയിച്ചിട്ടുണ്ടോ? നൗഷാദൊക്കെ പറഞ്ഞിരുന്നു. ഈ അന്നത്തെ സഹോദരി അന്ന് മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നല്ലോ, അന്ന് പോലീസിനെതിരെ വലിയ വിമർശനം ഉയർന്നിരുന്നു. അപ്പം തന്നെ ആ മകൾ സഹോദരി പീഡിപ്പിക്കപ്പെട്ട സംഭവം ഉണ്ടായിരുന്നു. അതിലൊന്നും പ്രതികൾ ശിക്ഷിക്കപ്പെട്ടില്ലേ? യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് അതിലൊന്നും നീതി ലഭിച്ചില്ല? ഇല്ല, നീതി ലഭിച്ചിട്ടില്ല. ആ പ്രതികളെല്ലാവരെയും കോടതി വെറുതെ വിട്ടു എന്നാണ് പറയുന്നത്. ലാസ്റ്റ് ഒരു കേസും കൂടിയുള്ളൂ, ഒറ്റൊരു കേസ്, അതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ബാക്കിയുള്ള എല്ലാ പ്രതികളെയും വെറുതെ വിട്ട്. പിന്നീട് പോലീസ് സഹോദരിയോട് പോലും മോശമായിട്ട് പെരുമാറുന്ന സാഹചര്യം ഉണ്ടായി. ഉണ്ടായി. ഓരോന്ന് ഇല്ലാത്തതും വിളിച്ച് പറഞ്ഞ് അപ്പുറത്തെ അയൽവാസികളോടും ഇവിടെയൊക്കെ ഓരോന്നും ഇല്ലാത്തതൊക്കെ പറഞ്ഞ് അപവാദങ്ങളൊക്കെ പറ്റി, ഉമ്മനെ പറ്റിയിട്ടും അതേപോലെ തന്നെ സഹോദരിയെ പറ്റിയിട്ടും ഒക്കെ പറഞ്ഞു. അങ്ങനെയാണ് സഹോദരി ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. മോശമായി ചിത്രീകരിച്ച ഒരൊറ്റ കാരണം കൊണ്ട് നാട്ടുകാർ മുഴുവൻ നമ്മളെ ഒറ്റപ്പെടുത്തിയ പോലൊക്കെ നമ്മൾ മോശക്കാരാണെന്നുള്ള തെറ്റിദ്ധാരണ പരത്തി എല്ലാം കൊണ്ടും പോലീസുകാർ നമ്മളെ ബുദ്ധിമുട്ടിച്ചിട്ടേ ഉള്ളൂ. നമുക്കെന്നെ മോക്കറ്റ നീതി കിട്ടുകയും ചെയ്തില്ല. നമ്മളിപ്പോൾ തെരുവിൽ പോയി അങ്ങോട്ട് പോകാനും സ്ഥലമില്ലാതായി, ഒരു വീടും ഇല്ല, ആരുടെ സഹായം കിട്ടാതെ. നമ്മളെന്ത് തെറ്റ് ചെയ്തിട്ടാണ് നമ്മളോട് ഇങ്ങനെ എല്ലാവരും കാണിക്കുന്നതെന്ന് ആർക്കറിയാം. പക്ഷേ വളരെ സങ്കടമുണ്ടാക്കുന്നത് മാത്രമല്ല, വലിയ നീതി നിഷേധം അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. നീതി നിഷേധത്തിന്റെ അങ്ങേയറ്റത്ത് എത്തി നിൽക്കുന്ന ഒരു കുടുംബം നിസ്സഹായതയിലാണ് സംസാരിക്കുന്നത്. വെറും +1 പഠിക്കുന്ന കുട്ടിയാണ്. ആ കുട്ടിയോട് ഒരുപക്ഷെ നീതി നിഷേധിക്കപ്പെട്ടോ എന്നുള്ള ചോദ്യത്തിന് മറുപടി പോലും പറയാനാകില്ല. 2021 ആത്മഹത്യ ചെയ്യുന്ന സമയത്ത് ആ കുട്ടിക്ക് 7ാം ക്ലാസ്സിലോ 8ാം ക്ലാസ്സിലോ ആയിരിക്കും പഠിക്കുന്നുണ്ടാവുക. എന്താ സംഭവിച്ചതെന്ന് പോലും ആ കുട്ടിക്ക് അറിയില്ല. വളരെ നിസ്സഹായതയുടെ കരച്ചിൽ തേങ്ങലാണ് നമ്മൾ കേൾക്കുന്നത്.